നമസ്കാരം. ടാരോട്ട് സ്പിരിച്വൽ ഹീലിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ പേഴ്സന്റെ കറന്റ് എനർജി എന്താണെന്നുള്ളതാണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജനറൽസ് ആണ്. നിങ്ങൾ എപ്പോഴാണോ ഈ റീഡിംഗ് കാണുന്നത് അപ്പോൾ മുതലാണ് നിങ്ങൾക്ക് ഇത് വാലിഡ് ആയി തുടങ്ങുന്നത്. അതുപോലെ ഈ ഒരു റീഡിംഗിൽ നിങ്ങൾക്ക് റിസനേറ്റ് ആവുന്ന കാര്യങ്ങൾ നിങ്ങൾ എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ടുകളയാം. അതുപോലെ ലവേഴ്സ് ആയിക്കോട്ടെ, എക്സ്ട്രാ മാരിറ്റൽ അഫെയറുള്ള ആളുകളായിക്കോട്ടെ, എല്ലാവർക്കും ഈ റീഡിംഗ് എടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ മുകളിൽ കൊടുക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ പോസിറ്റീവ് മൈൻഡ് സെറ്റോട് കൂടി ഇരുന്നിട്ട് റീഡിംഗ് ആണ്. ടെൻ ഓഫ് വാൻസ് എനർജിയാണ്. അവർ മാനസികമായിട്ട് ഒരുപാട് സമ്മർദ്ദത്തിലൂടെയാണ് കടന്നു പോകുന്നത് എന്നുള്ളതാണ്. അവർക്ക് ഈ റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഒരുപാട് തടസ്സങ്ങളുണ്ട്. ചിലപ്പം അവരുടെ ഫാമിലി സമ്മതിക്കുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ അവരുടെ സിറ്റുവേഷൻ അങ്ങനെ ആയിരിക്കാം. ഈ റിലേഷനിൽ അവർക്ക് ഒരുപാട് എഫേർട്ട് ഇടാൻ പറ്റാത്ത സിറ്റുവേഷൻ, സാഹചര്യം ആയിരിക്കാം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ തടസ്സങ്ങളുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അവർ ഒരുപാട് സ്ട്രെസ് അനുഭവിക്കുന്നുണ്ട് ഈ റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ. അപ്പോൾ ആ ഒരു സ്ട്രെസ്സിലാണ് അവരിപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു സ്ട്രെസ്, അവരുടെ മാനസികമായിട്ടുള്ള സ്ട്രെസ് കൂടുമ്പോഴാണ് അവർ ഈ റിലേഷനിൽ ഒരു ഗ്യാപ്പ് ഇടുന്നത്, അല്ലെങ്കിൽ ഒരു ഇടയ്ക്കൊരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിലോട്ടോ ലെസ് കോണ്ടാക്റ്റിലോട്ടോ ഒക്കെ അവർ പോകുന്നത്. ആ ഒരു സ്ട്രെസ് അവർക്ക് താങ്ങാൻ പറ്റാതെ ആവുമ്പോഴാണ് എന്നാണ് കാണിക്കുന്നത് കേട്ടോ. ജഡ്ജ്മെന്റ് എന്ന് കാണിക്കുന്നുണ്ട്. ഇവിടെ യൂണിവേഴ്സിലോട്ട് നിങ്ങൾ എന്താണോ കൊടുക്കുന്നത് അതിന്റെ ഒരു റിസൾട്ട് നിങ്ങൾക്ക് എന്തായാലും കിട്ടും എന്നുള്ളതാണ്. നിങ്ങൾ പോസിറ്റീവായിട്ട് ഈ റിലേഷനെ കുറിച്ച് നന്നായിട്ട് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഈ റിലേഷനിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഒരു ഫ്യൂച്ചർ ഉണ്ടാക്കും, അല്ലെങ്കിൽ ഒരു ഫ്യൂച്ചർ ലൈഫ് ഈ റിലേഷൻ ഉണ്ടാവും എന്നാണ് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ആ ഒരു മാനിഫെസ്റ്റേഷൻ സംഭവിക്കും എന്നുള്ളതാണ് കാണിക്കുന്നത്. ടു ഓഫ് പെന്റിക്കിൾസ് ആണ്. സത്യം പറഞ്ഞാൽ നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു റിലേഷനിൽ ഇത്രയും സ്ട്രെസ് അനുഭവിക്കുമ്പം അവർ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള കൺഫ്യൂഷൻ അവർക്ക് ഉണ്ടാവുന്നുണ്ട് എന്നുള്ളതാണ് കേട്ടോ. അവർ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്നുണ്ട്. അതിൻ്റെ റീസൺ ഈ ഒരു പ്രശ്നങ്ങൾ അവർ നേരിടേണ്ടി വരുമ്പോഴാണ് എന്നുള്ളതാണ്. ചിലപ്പോൾ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടാവാം, അതല്ലെങ്കിൽ ഫാമിലി ആയിരിക്കാം, അല്ലെങ്കിൽ സാഹചര്യങ്ങളായിരിക്കാം. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻസ് വരുമ്പോൾ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ എന്നുള്ള ഒരു പേടി അവർക്ക് ഉണ്ടാവുന്നുണ്ട്. ആ പേടി കാരണമാണ് അവർ പലപ്പോഴും മാറി നിൽക്കുന്നത്. അതല്ലാതെ നിങ്ങളോടുള്ള ഇഷ്ടക്കേട് കൊണ്ടല്ല, സാഹചര്യമാണ് അവർക്ക് ഇങ്ങനെ ഒരു കൺഫ്യൂഷൻ ഈ റിലേഷനിൽ സൃഷ്ടിക്കുന്നത് എന്നുള്ളതാണ് കാണിക്കുന്നത്. ഫോർ ഓഫ് പെന്റിക്കിൾസ് എനർജിയാണ്. പക്ഷെ അവരുടെ ആ ഒരു പ്രശ്നങ്ങളൊന്നും അവർ നിങ്ങളോട് തുറന്ന് ഓപ്പൺ ആയിട്ട് പറയുന്നുണ്ടാവില്ല കേട്ടോ. അങ്ങനെ പറയാതെ അവർ പരമാവധി പ്രശ്നങ്ങളൊക്കെ ഹൈഡ് ചെയ്ത് നിൽക്കുന്ന ഒരു എനർജിയാണ് കാണിക്കുന്നത്. നിങ്ങൾ കൂടി അറിഞ്ഞ് നിങ്ങൾ വിഷമിക്കേണ്ട എന്നുള്ളത് കൊണ്ടായിരിക്കാം അവർ കാര്യങ്ങൾ തുറന്ന് പറയാതെ മനസ്സിൽ ഹോൾഡ് ചെയ്യുന്ന ഒരു എനർജിയാണ് കാണിക്കുന്നത്. ടു ഓഫ് കപ്സ് എനർജിയാണ്. അതായത് ഈ റിലേഷൻ എന്ന് പറയുന്നത് ഒരു സോൾ കണക്ഷനുള്ള റിലേഷൻ ആണ്. അപ്പം എന്തൊക്കെ സാഹചര്യങ്ങൾ, നെഗറ്റീവായിട്ടുള്ള സാഹചര്യങ്ങൾ വന്നാലും, പ്രശ്നങ്ങൾ വന്നാലും, അല്ലെങ്കിൽ മറ്റുള്ള ആളുകളുടെ ഇടപെടലുകൾ വന്നാലും ഈ റിലേഷൻ നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളതാണ് കാണിക്കുന്നത്. ആ പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്ക് അതിജീവിക്കാൻ പറ്റുന്ന ഒരു എനർജിയാണ് കാണുന്നത്. അവർ നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടാവും എന്നുള്ളതാണ്. ഇടയ്ക്ക് അവർ ചിലപ്പം ഒന്ന് മാറി നിന്നേക്കാം, വീണ്ടും റിലേഷനിലോട്ട് അവർ എന്തായാലും എൻ്റർ ചെയ്യും. ഇപ്പം ഒന്ന് നിങ്ങളിൽ നിന്ന് ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിലോട്ട് പോയി എന്നുണ്ടെങ്കിലും അവർ ഉറപ്പായിട്ട് നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരും എന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പം ഇവിടെ ഈ ഒരു സോൾ കണക്ഷൻ കാരണം ഈ റിലേഷൻ ഒരിക്കലും അവർ വിട്ടുകളയില്ല എന്നുള്ള ഒരു എനർജിയാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പം നമുക്ക് കുറച്ച് മെസ്സേജ് കാർഡ് കൂടി നോക്കാം. ഹോൾഡ് മീ എന്നാണ് കാണിക്കുന്നത്. അവരെ നിങ്ങൾ കൂടെ കൂട്ടാനാണ് അവർ പറയുന്നത്. അവരെ വിട്ടുകളയരുത്. അവർക്ക് നിങ്ങളുടെ ആ ഒരു സപ്പോർട്ട് എപ്പോഴും ആവശ്യമാണെന്നുള്ളതാണ്. അവരുടെ ലൈഫിൽ അവർ ഇത്രയും സ്ട്രെസ് അല്ലെങ്കിൽ ഇത്രയും പ്രശ്നങ്ങൾ നേരിടുമ്പോൾ നിങ്ങളുടെ ഒരു സപ്പോർട്ട് അവർക്ക് കൂടിയേ തീരൂ, അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിലേ അവർക്ക് ഈ റിലേഷൻ ഒരു ധൈര്യത്തോടെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ എന്നാണ് കാണിക്കുന്നത്. ഡിവൈൻ ഗൈഡൻസ് എന്നാണ് കാണിക്കുന്നത്. അവരൊരു ഡിവൈൻ ഗൈഡൻസിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അതായത് ഈ റിലേഷനിൽ അവർക്ക് എന്താണ് ഇനി മുന്നോട്ട് ചെയ്യേണ്ടത്, ഈ സാഹചര്യങ്ങളെ എങ്ങനെ മറികടക്കണം എന്നറിയാത്തത് കൊണ്ട് ആ ഒരു ഗൈഡൻസിന് വേണ്ടിയാണ് അവർ വെയിറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പം നമുക്ക് കുറച്ച് മെസ്സേജ് കാർഡ് നോക്കാം. ചൂസ് എ ന്യൂ ഡയറക്ഷൻ എന്നാണ് കാണിക്കുന്നത്. നിങ്ങൾ ഈ റിലേഷനിൽ
ഒരു വേറിട്ട ഒരു പാതയിലൂടെ സഞ്ചരിക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് നിങ്ങളുടെ പേഴ്സന്റെ സിറ്റുവേഷൻ കൂടി നിങ്ങൾ മനസ്സിലാക്കി വേണം നിങ്ങൾ ഈ റിലേഷന്റെ കാര്യത്തിൽ ഓരോ ഡിസിഷൻ എടുക്കാൻ. അല്ലാതെ നിങ്ങൾക്ക് എന്താ ഫീൽ ചെയ്യുന്നത് എന്നതിനനുസരിച്ചല്ല, അവരെന്തൊക്കെ സ്ട്രെസ്സിലൂടെയാണ് കടന്നു പോകുന്നത് എന്നുള്ളത് കൂടി നിങ്ങൾ മനസ്സിലാക്കി അതിനനുസരിച്ച് വേണം നിങ്ങൾ ഈ റിലേഷനിലൊരു ഡിസിഷൻ എടുക്കാൻ. അപ്പം ഒരു ന്യൂ ഡയറക്ഷൻ നിങ്ങൾ ചൂസ് ചെയ്യുമ്പം നിങ്ങളുടെ പേഴ്സണെ കൂടി നിങ്ങൾ അവരെ കൂടി നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ട് വേണം ഈ റിലേഷന്റെ കാര്യത്തിൽ ഒരു ഡിസിഷനിലോട്ട് നിങ്ങൾ പോകാനായിട്ട് കേട്ടോ. മെഡിറ്റേഷൻ ബ്രിങ് ആൻസേഴ്സ് എന്നാണ് കാണിക്കുന്നത്. നിങ്ങൾക്ക് മെഡിറ്റേഷൻ ത്രൂ ഇതിനൊരു ക്ലാരിറ്റി കിട്ടും എന്നുള്ളതാണ്. ഈ റിലേഷൻ എങ്ങനെ കൊണ്ടുപോകണം, ഏത് രീതിയിൽ ഈ റിലേഷൻ്റെ കാര്യത്തിൽ ഡിസിഷനിലോട്ട് എത്തണം എന്നുള്ളത് നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് മെഡിറ്റേഷൻ ത്രൂ കിട്ടുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. അപ്പം നമുക്ക് കുറച്ച് ക്ലൂസ് കൂടി നോക്കാം. പാലക്കാട്, ലെറ്റർ വി, 1986, 1997, അവിട്ടം, അനീരം, കോട്ടയം, ലെറ്റർ ടി, ലെറ്റർ ഡബ്ല്യു, പൂരാടം, ആയില്യം, ജൂലൈ. അപ്പോൾ നിങ്ങൾക്ക് ഈ റീഡിങ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.